ഹമ്മിങ് ബീ സൗണ്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കാമാക്കാൻ സഹായിക്കുന്ന യോഗയിലെ ഒരു മാജിക് ടെക്നിക്കാണ്. അത് സ്ട്രെസ് പെട്ടെന്ന് കുറക്കും, മൈൻഡ് റിലാക്സ് ആക്കും, ബ്ലഡ് പ്രഷറിനെ നോർമലിലേക്ക് കൊണ്ടുവരും, നല്ല രീതിയിൽ ഉറക്കം ലഭിക്കാനൊക്കെ നല്ലതാണ്. ഇട പിങ്കള ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സുഷുമ്നയിലൂടെ പ്രാണം മൂവ് ചെയ്യാൻ തുടങ്ങും. ആ അവസ്ഥയിൽ നമ്മളെ മൈൻഡ് വളരെ കാമായിരിക്കും. നമ്മളെപ്പോൾ സന്തോഷാവസ്ഥയിലും സമാധാനത്തിലുണ്ടോ ആ സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടിലൂടെയും വരുന്ന ഫ്ലോ സെയിം ആയിരിക്കും. ആ അവസ്ഥ നിലനിർത്താനാണ്, അതിനെ കൈവരിക്കാനാണ് നമ്മൾ യോഗയിലെ ഈ പ്രാണായാമ രീതി പ്രാക്ടീസ് ചെയ്യുന്നത്. വാഗസ് നെർവ് ഒന്ന് ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് കാമാവും, നമ്മുടെ ഇന്റേണൽ ഓർഗൻസും വിശ്രമാവസ്ഥയിലേക്ക് വരും, ഹാർട്ട് റേറ്റ് കുറയും, നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ആവും, നല്ലൊരു റിലാക്സേഷൻ സ്റ്റേറ്റിലേക്ക് മനസ്സും ശരീരവും എത്തും. നമസ്കാരം, എല്ലാവരെയും സഞ്ജീവനി മലയാളം ഹെൽത്ത് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഹൈ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം, നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ ഭാഗമായി നിരവധി ആളുകളിൽ ഇന്ന് കണ്ടുവരുന്ന പല രോഗങ്ങളുടെയും ഒരു ലക്ഷണമാണ് സത്യത്തിൽ ഹൈപ്പർ ടെൻഷൻ. ശരിയായ രീതിയിൽ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഡീപ്പ് സ്ലീപ്പ് നമുക്ക് ലഭിക്കാത്ത അവസ്ഥ, അതുപോലെ സ്ട്രെസ്, ആൻസൈറ്റി മുതലായ മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചു വരുന്നത് കൊണ്ടും, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്നിട്ടുള്ള വലിയ മാറ്റം, അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റുകൾ, നമ്മൾ ജങ്ക് ഫുഡ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന എല്ലാത്തിലും മായാണ്, അതെല്ലാം നമ്മൾ സാരമായി ബാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ അസമയത്തുള്ള ഭക്ഷണങ്ങൾ, ഇപ്പോൾ അർദ്ധരാത്രിയിലെല്ലാം ഓവർലോഡായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനത് വളരെയധികം ഹാനികരമായ രീതിയിൽ ബാധിക്കും. പ്രോപ്പറായി ഡൈജഷൻ നടക്കില്ല, അത് ബോഡിക്ക് ടോക്സിക് എഫക്റ്റാണ് നൽകുക. അതുകൂടാതെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് വന്നിട്ടുള്ള തകരാറ് മൂലം ഹാർട്ട്, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങൾക്കുള്ള രോഗാവസ്ഥ മൂലം നമുക്ക് ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻസ് വരാം. അതുപോലെ തന്നെ കൊളസ്ട്രോൾ വർദ്ധിച്ചിട്ട് രക്തക്കുഴലുകളിലെല്ലാം വേണ്ട വിധത്തിൽ പ്രോപ്പറായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കാത്ത അവസ്ഥ, അതുപോലെ തന്നെ വർഷങ്ങളോളം പ്രമേഹ രോഗിയായിട്ടുള്ള ആളുകളിലും ബ്ലഡ് പ്രഷർ ഉയർന്നു നിൽക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് മരുന്നുകളില്ലാതെ, സൈഡ് എഫക്റ്റുകളില്ലാതെ പ്രകൃതിദത്തമായ രീതിയിൽ യോഗാഭ്യാസത്തിലൂടെ നമുക്കെങ്ങനെ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കാം, പരിഹരിക്കാം എന്നുള്ളതാണ്. ലളിതമായി വീടുകളിൽ നിന്ന് ചെയ്യാൻ സാധിക്കുന്ന, എല്ലാവർക്കും ഒരുപോലെ ചെയ്യാവുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധയോടെ വീക്ഷിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ അനുഭവങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് യോഗ എങ്ങനെയാണ് ബ്ലഡ് പ്രഷർ പോലുള്ള ഒരു അവസ്ഥയെ നിയന്ത്രിക്കുന്നത് എന്നൊന്ന് നോക്കാം. ബ്ലഡ് പ്രഷർ വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടുള്ള അഡ്രിനാലിൻ, കോർട്ടിസോൾ, ഇതെല്ലാം ബോഡിയിൽ അമിതമായിട്ട് വർദ്ധിക്കുന്ന അവസ്ഥ കൈവരാണ്. അതിൻ്റെ കാരണം പ്രോപ്പർ സ്ലീപ്പില്ല, സ്ട്രെസ്, ടെൻഷൻ, ആൻസൈറ്റി മുതലായ പ്രശ്നങ്ങൾ. യോഗ ചെയ്യുന്നതിലൂടെ മൈൻഡ് കാമാക്കി നാഡീഞരമ്പുകളും പേശികളും വിശ്രമാവസ്ഥയിലേക്ക് എത്തിച്ച് നമ്മുടെ ഹാർട്ട് റേറ്റ് കുറച്ചു കൊണ്ടുവന്ന് നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമൽ അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്ന വാഗസ് നെർവിനെ നമുക്ക്
ഡീപ്പ് ബ്രീത്തിങ്ങിലൂടെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ദീർഘമായിട്ടുള്ള ശ്വസന രീതി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്കത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്നു. അതുവഴി നമ്മുടെ മൈൻഡ് കാമാവുന്നു, ഹാർട്ട് റേറ്റ് കുറയുന്നു, നമ്മുടെ പെരിഫറൽ റെസിസ്റ്റൻസ് കുറയുന്നു, നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമലിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ യോഗ അഭ്യാസങ്ങളും ചില പ്രാണായാമങ്ങളൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴും പെരിഫറൽ റെസിസ്റ്റൻസ് കുറയുന്നു, ബ്ലഡ് വെസൽസുകളുടെ ഡയലറ്റേഷൻ, അതിൻ്റെ വികസനം സാധ്യമാകുന്നു. അതുവഴി ബ്ലഡ് പ്രഷറിനെ നമുക്ക് നോർമലിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ആദ്യമായിട്ട് ഇതിൽ പരിചയപ്പെടുത്തുന്നത് പലരും അറിഞ്ഞും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും നാഡീശുദ്ധി പ്രാണായാമം. നാഡീശുദ്ധി പ്രാണായാമം എന്നുള്ളത് ഒരു ശുദ്ധീകരണ പ്രവൃത്തിയാണ്. അതായത് നമ്മൾ കുളിക്കുന്നു, നമ്മുടെ എക്സ്റ്റേണൽ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ. നമ്മുടെ ബോഡിയിൽ എനർജി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നുണ്ട്. നമ്മൾ അതിന് ഓക്സിജൻ സ്വീകരിക്കുക എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ ഓക്സിജൻ മാത്രമല്ല, നമ്മൾ പ്രപഞ്ചത്തിൽ നിന്നും ഊർജം സ്വീകരിക്കുന്നുണ്ട്. ഈ ഊർജം സ്വീകരിക്കുന്നത് നമ്മുടെ 72,000 നാഡീസ് എന്ന് പറയും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള ഇട, പിംഗള, സുഷുമ്ന നാഡികൾ വഴി ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും ഊർജം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വരുന്ന ബ്ലോക്കുകളെ പരിഹരിച്ച് ശുദ്ധീകരിച്ച് എനർജി ഫ്ലോ കറക്റ്റ് ചെയ്യുന്നതിന് നാഡീശുദ്ധി പ്രാണായാമം വളരെ എഫക്റ്റീവാണ്. നമുക്കറിയാം, നമ്മുടെ നാസിക ദ്വാരത്തിലേക്ക് ചൂണ്ടുവിരലൊന്ന് ചേർത്ത് വെച്ച് ചെക്ക് ചെയ്താൽ ഇട ആൻഡ് പിംഗള നാഡി, ഈ നാഡിയിൽ വന്നിട്ടുള്ള ഏറ്റക്കുറച്ചിൽ ബ്ലോക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകളിൽ ഒരു 95% ആളുകളിൽ വലത് നാസികാദ്വാരത്തിൻ്റെ പ്രവർത്തനം കൂടുതലായിരിക്കും. അതിലൂടെ കൂടുതൽ വായു പുറത്തേക്കും അകത്തേക്കും എടുക്കാൻ സാധിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അതേസമയം ഇടത് ഭാഗത്ത് ചെറിയ ഒരു ബ്ലോക്ക് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ആ നാഡിയെ കറക്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്താൽ, ഇട പിംഗള ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സുഷുമ്നയിലൂടെ പ്രാണം മൂവ് ചെയ്യാൻ തുടങ്ങും. ആ അവസ്ഥയിൽ നമ്മളെ മൈൻഡ് വളരെ കാമായിരിക്കും. നമ്മളെപ്പോൾ സന്തോഷാവസ്ഥയിലും സമാധാനത്തിലുണ്ടോ ആ സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടിലൂടെയും വരുന്ന ഫ്ലോ സെയിം ആയിരിക്കും, ഒരുപോലെ ഉണ്ടാവും. ആ സമയമാണ് നല്ല അവസ്ഥ. ആ അവസ്ഥ നിലനിർത്താനാണ്, അതിനെ കൈവരിക്കാനാണ് നമ്മൾ യോഗയിലെ ഈ പ്രാണായാമ രീതി പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെ ചെയ്യാമെന്നൊന്ന് നോക്കാം. ഇടത് കൈയിൽ ചിന്മുദ്ര, ചൂണ്ടുവിരലും പെരുവിരലും ഇതേ രീതിയിൽ ടിപ്പ് ടു ടിപ്പ് യോജിപ്പിച്ച് മറ്റു വിരലുകൾ നിവർത്തി പിടിക്കാം. ഇടത് തുടയിലേക്ക് മലർത്തി വെക്കാം. വലത് കൈയിലെ ചൂണ്ടുവിരലും നടുവിരലും മാത്രം മടക്കി പിടിച്ച് മറ്റു വിരലുകളെ നിവർത്തി വെക്കാം. വലത് പെരുവിരലാണ് വലത് നാസികാദ്വാരം അടക്കുന്നതിനും തുറക്കുന്നതിനൊക്കെ ഉപയോഗിക്കാം. മോതിരവിരൽ കൊണ്ടാണ് നമ്മൾ ഇടതിനെ അടക്കാനും തുറക്കാനും ഉപയോഗിക്കുക. നമ്മൾ ആദ്യം ഒന്ന് ദീർഘ ശ്വസനം എടുത്ത് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടാം. ഒന്ന് മൈൻഡ് കാമാക്കി നാഡീശുദ്ധി പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി മനസ്സിനെ പ്രാപ്തമാക്കാം. അതിനുശേഷം വലത് നാസികാദ്വാരം അടച്ചു വെച്ച് ഇടതിലൂടെ ദീർഘമായി സാവകാശം ശ്വാസത്തേക്ക് എടുക്കാം. മോതിരവിരൽ കൊണ്ട് ഇടതടച്ച് വലത് തുറന്നുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടാം. വലതിലൂടെ വീണ്ടും അകത്തോട്ട് ശ്വാസം എടുക്കാം. വലതടച്ച് ഇടത് തുറന്നുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടാം. ഇതൊരു റൗണ്ട് കംപ്ലീറ്റ് ആയി. ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകൾ ഇതൊരു 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യണം. 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്ത ശേഷം നിങ്ങൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മാജിക് കാണാം. ബ്ലഡ് പ്രഷർ നിലവിൽ എത്രയുണ്ടോ അതിൽ നിന്നും കുറഞ്ഞിട്ടുണ്ടാവും. അത് ഒറ്റ തവണ ചെയ്താൽ തന്നെ 10 മിനിറ്റ് ചെയ്താൽ തന്നെ വ്യത്യാസം മനസ്സിലാവും.
ഹൈപ്പർ ടെൻഷൻ ഇല്ലാത്ത ആളുകൾ, ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ഇത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു 10 റൗണ്ടൊക്കെ മതിയാവും. പക്ഷെ ഒരു രോഗാവസ്ഥയിൽ ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള എഫക്റ്റ് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും 10 മിനിറ്റോളം സ്വസ്ഥമായിരുന്ന് ശ്രദ്ധയോടെ റിലാക്സ് ആയിരുന്നു കൊണ്ട് ചെയ്യാം. അതിൻ്റെ നല്ല റിസൾട്ട് ലഭിക്കും. ഒന്നുകൂടെ പറയാം, ഇടത് നോസിലൂടെ എടുത്ത് വലതിലൂടെ പുറത്തേക്ക് വിടാം, വലത് നോസ്ട്രിലൂടെ ശ്വാസം എടുത്ത് ഇടതിലൂടെ പുറത്തു വിടാം. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കണം. ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ വയറ് വികസിപ്പിച്ചുകൊണ്ട് ശ്വാസം എടുക്കുക, ചെസ്റ്റ് അല്ല, വയറിലോട്ട്. അതായത് ഡീപ്പ് ബ്രീത്തിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഡയഫ്രം എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ വയറ് വികസിക്കും. ആ രീതിയിൽ എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് ഉള്ളിലേക്ക് ചുരുക്കിക്കൊണ്ട് ശ്വാസം പുറത്ത് വിടുക. രണ്ടാമതായിട്ട് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക എന്നുള്ളതാണ്. ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്നതിന് വലത് കൈ നമുക്ക് പൊക്കിളിന് മുകളിൽ ചേർത്ത് വെക്കാം, ഇടത് കൈ തുടയിൽ മലർത്തി റിലാക്സ് ചെയ്തിരുന്ന് ദീർഘശ്വസനം ചെയ്യുമ്പം ശ്വാസം ഉള്ളിലേക്ക് ദീർഘമായി എടുക്കുമ്പോൾ വയറിൻ്റെ ഭാഗം, കൈ വെച്ചിട്ടുള്ള ഭാഗം മുന്നിലേക്ക് വികസിക്കണം. ശ്വാസം പുറത്തേക്ക് വിടുമ്പം വയറുള്ളിലേക്ക് ചുരുക്കിക്കൊണ്ട് പുറത്തേക്ക് വിടാം. ഇത് ചെയ്യുന്നത് ഒരു 30 റൗണ്ടെങ്കിലും ചെയ്യാം. ഇത് നമ്മുടെ വാഗസ് നെർവിനെ ഉത്തേജിപ്പിക്കാൻ വളരെ സഹായകരമാണ്. വാഗസ് നെർവ് ഒന്ന് ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് കാമാവും, നമ്മുടെ ഇന്റേണൽ ഓർഗൻസും വിശ്രമാവസ്ഥയിലേക്ക് വരും, ഹാർട്ട് റേറ്റ് കുറയും, നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ആവും, നല്ലൊരു റിലാക്സേഷൻ സ്റ്റേറ്റിലേക്ക് മനസ്സും ശരീരവും എത്തും. അപ്പോൾ ഡീപ്പ് ബ്രീത്തിങ് 30 തവണ വയറ് വികസിപ്പിച്ച് ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് വയറ് ചുരുക്കുക, കണ്ണുകൾ അടച്ച് സാവകാശം ദീർഘമായി പ്രാക്ടീസ് ചെയ്യുക. മൂന്നാമതായിട്ട് ഭ്രാമരി പ്രാണായാമം. ഭ്രാമരി പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഹമ്മിങ് ബീ സൗണ്ട്, നമ്മുടെ തേനീച്ച അല്ലെങ്കിൽ വണ്ട് മൂടുന്നത് പോലെയുള്ള ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനല്ല. ഓരോ സൗണ്ടുകൾക്കും ഓരോ ഫ്രീക്വൻസിയാണ്. അത് ശരീരത്തിൽ വളരെ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഓരോ സൗണ്ടുകൾക്കും ഓരോ ചേഞ്ച് ശരീരത്തിൽ കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. നമുക്കറിയാം, നമ്മളൊരു പാട്ട് കേൾക്കുമ്പോഴുള്ള അവസ്ഥ, ചില സംഗീതങ്ങൾ, ചില ഉപകരണങ്ങളുടെ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റം നമുക്കറിയാം. അതേപോലെ എന്തെങ്കിലും ഒരു വഴക്കോ പ്രശ്നങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാവുന്ന ആ ശബ്ദങ്ങൾ കൊണ്ട് നമ്മളെ മനസ്സിനും ശരീരത്തിനും വരുന്ന മാറ്റങ്ങളും നമുക്കറിയാം. അപ്പം അതുപോലെ തന്നെയാണ് ഈ ഹമ്മിങ് ബീ സൗണ്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ഇൻസ്റ്റൻ്റായിട്ട് കാമാക്കാൻ സഹായിക്കുന്ന യോഗയിലെ ഒരു മാജിക് ടെക്നിക്കാണ്. അത് സ്ട്രെസ് പെട്ടെന്ന് കുറക്കും, മൈൻഡ് റിലാക്സ് ആക്കും, ബ്ലഡ് പ്രഷറിനെ നോർമലിലേക്ക് കൊണ്ടുവരും, നല്ല രീതിയിൽ ഉറക്കം ലഭിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ നാവിനെ മുകളിലേക്ക് മടക്കി വെച്ച് വായ അടച്ചു പിടിക്കാം. അതിനുശേഷം നമ്മുടെ ചെവികൾ, കണ്ണ് എല്ലാം അടച്ചു വെക്കും. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയാം. ആ രീതിയിൽ നിയന്ത്രിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശ്രദ്ധിച്ച് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് ചൈതന്യം ഈ പ്രപഞ്ചത്തിൽ നിന്നും സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. ശ്വാസം നമ്മൾ ഈ ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിർത്തി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മളെ മനസ്സിലും ശരീരത്തിലുള്ള എല്ലാവിധ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് ഊർജങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ശബ്ദ തരംഗ രൂപത്തിൽ പുറന്തള്ളപ്പെടുന്നതായിട്ട് സങ്കല്പിക്കണം. അപ്പോൾ ആദ്യം ശ്വാസം എടുക്കും, പോസിറ്റീവ് എനർജി സ്വീകരിക്കും. ശ്വാസം നമ്മൾ വണ്ട് മൂളുന്ന ശബ്ദത്തിൽ പുറത്തേക്ക് വിടുമ്പോൾ എല്ലാ നെഗറ്റീവുകളും പുറന്തള്ളപ്പെടുന്നതായിട്ട് ചിന്തിക്കണം. ഇതേ രീതിയിൽ ഒരു 3 മുതൽ 5 റൗണ്ട് ദീർഘമായി പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ഒരു 3 റൗണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട്, കൂടെ നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാം. ആദ്യം നാവിനെ മടക്കി വെക്കുക, വായ അടച്ച് പിടിച്ച്
ചെവികൾ പെരുവിരലുകൾ ഉപയോഗിച്ച് അടച്ചു വെച്ച് കണ്ണുകൾ ചൂണ്ടുവിരൽ കൊണ്ട് അടയ്ക്കാം. പതുക്കെ അടച്ചാൽ മതി. നടുവിരൽ മൂക്കിൻ്റെ ദ്വാരത്തിൻ്റെ സൈഡിൽ ചേർത്ത് വെക്കാം. മോതിരവിരലുകൾ മേൽചുണ്ടിൽ, ചെറുവിരൽ അതിന് താഴെ കീഴ്ചുണ്ടിൻ്റെ സൈഡിലായിട്ട് ചേർത്ത് വെക്കാം. ദീർഘമായി ശ്വാസമെടുത്ത് പുരികമധ്യത്തിലേക്ക് ശ്രദ്ധിച്ച് ശ്വാസം പുറത്ത് വിടുമ്പോൾ വണ്ട് മൂളുന്ന പോലെ സൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. വളരെ സാവകാശം കൈകൾ റിലീസ് ചെയ്യാം. ശ്വാസോച്ഛ്വാസത്തിൽ തന്നെ അല്പനേരം ശ്രദ്ധിക്കാം. ഫീൽ ദി റിലാക്സേഷൻ, എൻജോയ് ദി റിലാക്സേഷൻ. മനസ്സിലും ശരീരത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങളെ അനുഭവിച്ചറിയാം. സാവകാശം കണ്ണുകൾ തുറക്കാം. ഈ ഒരു പ്രാക്ടീസ് 5 റൗണ്ടോളം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി ശവാസനം. നമുക്കറിയാം, ഒരു ഡെഡ് ബോഡി എങ്ങനെയാണോ കൊളാപ്സായിട്ട് ശരീരഭാരം മുഴുവനും ഭൂമിയിലേക്ക് അങ്ങ് സമർപ്പിച്ച് കിടക്കുന്നത്, അതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. മലർന്ന് കിടക്കാം. കൈകാലുകൾ അല്പം അകത്തി വെച്ച് കൈപ്പത്തികൾ മലർത്തിയിടാം. എല്ലാ മാംസപേശികളും സന്ധികളും നാഡീ ഞരമ്പുകളും വിശ്രമത്തിലേക്ക് അയച്ചിടാം. ശ്വാസോച്ഛ്വാസത്തിലേക്ക് മാത്രം കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്രദ്ധിക്കാം. ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യാം. ഇതേ രീതിയിൽ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ശരീരം അയച്ചിട്ടുകൊണ്ട് ജസ്റ്റ് റിലാക്സ് ആയിട്ട് കിടക്കുക. ഒരു 10 മിനിറ്റ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. യോഗയിലുള്ള ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ തന്നെ നിങ്ങളുടെ രക്തസമ്മർദ്ദം തീർച്ചയായിട്ടും 100% നിയന്ത്രണത്തിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ഭക്ഷണ രീതികളിൽ ആഴ്ചയിൽ 1-2 ദിവസം നമ്മുടെ നാടൻ മുരിങ്ങ ഇല തോരനായിട്ട് ഉപയോഗപ്പെടുത്താം. മുരിങ്ങ ഇല തന്നെ നമുക്ക് പുട്ടുണ്ടാക്കുമ്പോൾ അതിലല്പം ചേർത്ത് തയ്യാറാക്കാം. അതല്ലെങ്കിൽ ദോശയിൽ ചേർത്ത് തയ്യാറാക്കാം. ചപ്പാത്തിയിലോ പത്തിരിയിലോ ഒക്കെ ചേർത്തുകൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ ആഴ്ചയിൽ 1-2 ദിവസം ബീറ്റ്റൂട്ടിൻ്റെ ഉപയോഗവും വളരെ നല്ലതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ്, വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എല്ലാം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് നല്ലൊരു സപ്പോർട്ട് നൽകുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.